ഡൽഹിയിൽ വായു മലിനീകരണം അപകടകരമായ രീതിയിൽ തുടരുന്നു. ഇന്ന് സൂചിക 500 കടന്നു. പുകമഞ്ഞിന്റെ സാന്നിധ്യം അനുവദനീയമായ പരിധിക്കും 60%-ലധികമാണ്. തുടർച്ചയായ രണ്ടാം ദിവസവും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഈ സീസണിലെ ഏറ്റവും കൂടിയ വായു ഗുണനിലവാര സൂചികയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്കയാണ് ഇതുണ്ടാക്കുന്നത്. മെഡിക്കൽ എമർജൻസി എന്നാണ് നിലവിലെ സാഹചര്യത്തെ ഡൽഹി സർക്കാർ വിശേഷിപ്പിച്ചത്. 39 മോണിറ്ററിംഗ് സ്റ്റേഷനുകളിലും വായു ഗുണനിലവാര സൂചിക ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തി. സമീപ പ്രദേശങ്ങളിലെ പാടങ്ങളിൽ തീയിടുന്നതും കാലാവസ്ഥയുമാണ് ഡൽഹിയിലെ വായുമലിനീകരണം രൂക്ഷമാക്കുന്നത്. ഒട്ടുമിക്ക സ്കൂളുകളും കോളേജുകളും ഇതിനോടകം തന്നെ ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി. ദൂരക്കാഴ്ച കുറഞ്ഞത് റോഡ് ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഇന്ന് രാവിലത്തെ കണക്കുകൾ അനുസരിച്ച് 22 ട്രെയിനുകളുടെ സമയക്രമത്തെ ബാധിച്ചു. 9 ട്രെയിനുകൾ റദ്ദാക്കി. ചണ്ഡീഗഡിലും അമൃത്സറിലും മൂടൽമഞ്ഞ് വ്യോമഗതാഗതത്തെ ബാധിച്ച സാഹചര്യത്തിൽ വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരാമെന്ന് ഇൻഡിഗോ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. പൊതുജനാരോഗ്യം മുൻനിർത്തി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സ്ഥാപനങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന CNG ഇലക്ട്രിക് ട്രക്കുകളും അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത ലഘു വാണിജ്യ വാഹനങ്ങൾക്കും പ്രവേശനം നൽകില്ല. BS4 നിലവാരത്തിലുള്ളതും താഴെയുള്ളതുമായ വാഹനങ്ങൾക്കും ഹെവി ഗുഡ് വെഹിക്കിളുകൾക്കും പ്രവേശനമുണ്ടാകില്ല. ഈ ആഴ്ച അവസാനം വരെ നിലവിലെ അവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക്, അമൃത TV.